നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇക്കണോമിക്സിലെ ഒരു ടോപ്പിക്സ് ആണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്സ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പരീക്ഷയ്ക്ക് അത്യാവശ്യം 20 മുതൽ 25 മാർക്കിന് കിട്ടുന്ന ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ഓഫ് ഡിമാൻഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ചുരുക്കിയ കാര്യങ്ങൾ പറയാം. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മളൊരു കടയിൽ പോയതിനു ശേഷം നമ്മളൊരു സാധനം ഡിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ഡിമാൻഡ്? ഡിമാൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായി വേണ്ടതാണ്. ഒന്ന്, ഡിസയർ വേണം. ഡിസയർ മീൻസ് ആ സാധനം വേണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. രണ്ടാമത്, നമുക്കത് കൊടുത്ത് മേടിക്കാനുള്ള ഒരു എന്താ പറയുക പൈസ അല്ലെങ്കിൽ അതിന് മണി സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ആ പൈസ കൊടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം. ഇത്രയും 3 എലമെന്റ്സുകൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് എന്ന് വിളിക്കാം. അതായത് ഡിമാൻഡ് മീൻസ് ഡിസയർ ബാക്ക് ടു ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഒന്ന്, ഡിസയർ ബാക്ക് ടു ബൈ. ഡിസയർ ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്ക് ചെയ്തുകൊണ്ട് എബിലിറ്റി വേണം. എബിലിറ്റി മീൻസ് അത് വാങ്ങാനുള്ള പൈസ വേണം. മൂന്നാമത് വേണ്ടത് വില്ലിങ്നെസ് ടു പേ ഫോർ ദ കമ്മോഡിറ്റി. ആ സാധനം മേടിക്കാനുള്ള ഒരു ആഗ്രഹവും കൂടി നമുക്കുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് എന്ന് പറയാം. കൂടാതെ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ആ വസ്തുവിന്റെ വിലയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. വിലയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുക, അതുപോലെ ആ സാധന ഡിമാൻഡ് കുറയുക എന്ന് പറയുന്നത്. അത് ഡിമാൻഡ് എപ്പോഴും എന്തായിരിക്കും? ഡിമാൻഡ് ഈസ് ഓൾവേസ് അറ്റ് എ പ്രൈസ്. എപ്പോഴും അതിന്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടായിരിക്കും ഡിമാൻഡ് നിൽക്കുന്നത്. ഡിമാൻഡ് കുറയുന്നതും ഡിമാൻഡ് കൂടുന്നതും എല്ലാം ആ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിന്റെ വർധനവെന്ന് പറയുന്നതും അത് കുറയാനുള്ള സാധ്യതയും എല്ലാം എന്താണ് അതിന്റെ വിലയെ ആസ്ഥാനമാക്കിയിരിക്കുന്നു. അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു തിയറി ഉണ്ട്, ഒരു ലോ ഉണ്ട്. ആ ലോയുടെ പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിദ്ധാന്തമാണ്. നമ്മുടെ ഇക്കണോമിക്സ് ഏറ്റവും ബേസിക്കൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറെ അസംഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നമ്മൾ എന്താണ് അസ്യൂം ചെയ്താൽ മാത്രമേ പൂർണ്ണമായി വർക്ക് ചെയ്യൂ. എന്നാൽ പോലും എന്താണ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് വിലയെ അടിസ്ഥാനമാക്കിയിരിക്കും. വിലയുടെ അടിസ്ഥാനത്തിൽ ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് റിമൈനിങ് ദ സെയിം, അൺചേഞ്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അൺചേഞ്ച് അല്ല എങ്കിൽ, നമ്മൾ മറ്റു ഫാക്ടേഴ്സ് വില ഒഴിച്ച് ബാക്കി ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിന് ഒരു മാറ്റവും വരാതിരിക്കുകയാണെങ്കിൽ ഡിമാൻഡ് എന്താ? വിലയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് അർത്ഥമുണ്ട് there is an inverse relationship between demand and price. ഡിമാൻഡും പ്രൈസുമായി ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. എന്ന് അർത്ഥം എന്താ? ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി increases with a fall in price and decreases with a rise in price. ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് ആ വസ്തുവിന്റെ വില കുറയുന്ന സമയത്ത് മാത്രവും, ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കുറയുന്നത് ആ വസ്തുവിന്റെ വില കൂടുന്ന സമയത്തുമാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് എ fall in price and demand decreases with a rise in price. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എല്ലാ വസ്തുക്കളുടെയും കാര്യത്തിൽ ഡിമാൻഡ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിമാൻഡ് ഓഫ് എനി കമ്മോഡിറ്റി യു കൺ ടേക്ക് ദാറ്റ് ഇൻക്രീസസ് വിത്ത് എ fall in price and decreases with a rise in price. നമ്മൾ ഇതിനെ ഒരു ടേബിൾ ആയിട്ട് ഉണ്ടാക്കി അതിനകത്ത് പ്രൈസ് എന്ന് പറയുന്ന ഒരു കോളം കൊടുക്കുക, ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോളം കൊടുക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഫിഗർ ഒന്നും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ 1 2 3 4 5 എന്ന് ഒരു സൈഡിൽ കൊടുക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റ് 5 4 3 4 2 1 എന്ന് കൊടുക്കുക. അപ്പൊ എന്താണ്? 1 രൂപ എന്ന് പറയുന്ന വില ഉണ്ടെങ്കിൽ, 1 രൂപയാണ് വസ്തുവിന്റെ വിലയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് 5 എന്ന് വിചാരിക്കുക. ആ വസ്തുവിന്റെ വില 2 രൂപയായി കൂടുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്താണ്? ഉറപ്പായിട്ടും 5 എന്ന് പറയുന്നത് 4 ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈ രീതിയിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് ഡിമാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഷെഡ്യൂളിനെ നമ്മൾ ഒരു കർവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ
നമുക്കൊരു കർവ് കിട്ടും. ആ കർവിന് വിളിക്കുന്ന ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് കർവ് എല്ലായ്പ്പോഴും എന്താണ്, ഇറ്റ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചതിന് ശേഷം ഈ കൊടുത്തിരിക്കുന്ന ടേബിളിന്റെ എക്സ് ആക്സിസിൽ വന്നിട്ടാണെങ്കിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ വന്നിട്ട് അതിന്റെ വില പ്രൈസും അടയാളപ്പെടുത്തി നമ്മൾ ഇതിനെ ഒരു കർവാക്കി മാറ്റുകയാണെങ്കിൽ കർവിന്റെ ഷേപ്പ് പൂർണ്ണമായും സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതായത് നെഗറ്റീവ് ഷേപ്പ് ആയിരിക്കും. മുകളിൽ നിന്ന് താഴോട്ട് ഡൗൺവേർഡ് ഷേപ്പ് ആയിരിക്കും. അതായത് 1 രൂപ നിരക്കിൽ നമ്മളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് 5 ആയിരിക്കും. അതേ സമയത്ത് 5 രൂപയ്ക്കാണെങ്കിൽ അതിന്റെ വിൽക്കുന്നതിന്റെ ക്വാണ്ടിറ്റി എന്താണ് 1 ആയിരിക്കും. ആ രീതിയിൽ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു കർവ് കൂടി വരച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവായി. ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലായിട്ടുള്ള ഒരു കൺസംഷൻ തിയറിയാണ്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ, അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റു വസ്തുതകൾ ഒന്നും മാറാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള കാര്യം വർക്ക് ചെയ്യൂ. അപ്പം അതർ തിങ്സ് എന്ന് പറയുന്നത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രൈസ് അല്ലാത്ത, അത് നമ്മളിത് പറയുന്ന ഡിറ്റർമിനേഴ്സ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താ ഡിറ്റർമിനേഴ്സ് എന്നത്? ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് എക്സെപ്റ്റ് പ്രൈസ് ഒഴിച്ചിട്ടുള്ള ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ അതർ തിങ്സ് എന്ന് പറയുന്നത്. അതൊന്നും മാറാതിരുന്നാൽ, ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരാളിന്റെ ഇൻകം കൂടി കഴിഞ്ഞാൽ അയാൾക്ക് വില ഒരു പ്രശ്നമേ അല്ല. അയാൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില ആൾക്കാർ വന്നിട്ടാണെങ്കിൽ എന്താണ്, ചില ഹാബിറ്റ്സ് ഉണ്ട്. സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സിഗരറ്റ്സ് വന്ന് 1 രൂപ എന്ന് പറഞ്ഞാൽ 1.5 രൂപ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 രൂപ ആയാലും അവരെന്ത് ചെയ്യും? അതിന്റെ ക്വാണ്ടിറ്റി ഒന്നും കുറയ്ക്കാനൊന്നും പോണില്ല, അവരത് വാങ്ങും. ബിക്കോസ് അവര് അതിനകത്ത് അഡിക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹാബിറ്റ്സ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ ഈ ഡിമാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ വിലയുടെ അടിസ്ഥാനത്തിലല്ല. ഹാബിറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ മദ്യത്തിന്റെ വില എങ്ങനെ കൂടുന്നുണ്ട്, എത്ര കൂടിയാലും മദ്യപാനികളെ ആൾക്കാര് എന്താണ്, ആൽക്കഹോളിക് ആൾക്കാർ അത് മേടിക്കുക തന്നെ ചെയ്യും, ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച് എന്ന് പറയുന്നത്. മറ്റു വസ്തുതകൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സീസൺസ് ഉണ്ട്, ക്ലൈമറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അത് ഇൻകം ഓഫ് ദ റിലേറ്റഡ് പ്രോഡക്ട്സ് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, കോംപ്ലിമെന്റ്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഡിമാൻഡ് സ്വാധീനിക്കുന്ന പ്രൈസ് അല്ലാത്ത വസ്തുക്കൾ. അവയിൽ ഒന്നും മാറ്റം വന്നില്ല എങ്കിൽ ശരിക്കും ഡിമാൻഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.